പട്ടികജാതി ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹരിപ്പാട് പന്തംകുളത്തി പ്രകടനവും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കലും നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ പട്ടികജാതി മേഖലയിൽ വിവിധ പദ്ധതികൾക്കായി മാറ്റിവെച്ചിരുന്ന 1370 കോടി രൂപയുടെ ഫണ്ടിൽ നിന്നും 500 കോടി രൂപ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹരിപ്പാട്ട് പന്തംകുളത്തി പ്രകടനം നടത്തുകയും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും പ്രതിഷേധ യോഗം ചേരുകയും ചെയ്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. എക്കാലവും മുൻഗണന കൊടുത്തിരുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ സമൂഹം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പേ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ലാളിത്യവുമായി ഏറ്റവും കൂടുതൽ താദാത്മ്യം പ്രാപിക്കാൻ അദ്ദേഹം എടുത്തു കാണിച്ചിരുന്നത് ഈ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പുള്ള ബ്രിട്ടീഷ് സർക്കാരിനോട് ഏറ്റുമുട്ടിയ സ്വാതന്ത്ര്യ സമരകാലത്തെ ദളിത പിന്നോക്ക വിഭാഗത്തിൻ്റെ ലളിത ജീവിതം പകർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ വിഭാഗവുമായി സമൂഹവുമായി താദാത്മ്യം പ്രാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു പത്രം തുടങ്ങിയപ്പോൾ അദ്ദേഹം പത്രത്തിന് പേരിട്ടത് ഹരിജൻ എന്ന ആ പേരാണ് അദ്ദേഹം ആ പത്രത്തിന്. വർഷങ്ങളോളം മഹാത്മാഗാന്ധിയുടെ നയങ്ങൾ, സ്വാതന്ത്ര്യ സമരത്തിലെ അദ്ദേഹത്തിൻ്റെ സമരത്തിൻ്റെ വിവിധ അധ്യായങ്ങൾ അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം നടപ്പിക്കുമെങ്കിലും ബ്രിട്ടീഷുകാർ റൗലത്ത് ആക്ട് നടപ്പാക്കിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചതും, അതുപോലെ ഇന്ത്യയിലേക്ക് വന്ന സൈമൺ കമ്മീഷനെതിരെ പ്രകടനം നടത്തിയ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും മൃഗീയമായ ബ്രിട്ടീഷ് സർക്കാർ നേരിട്ട സമരപഥങ്ങളിലും, അതുപോലെ അങ്ങോട്ട് പിന്നെ വട്ടമേശ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഓരോ സമരത്തിന് തുടക്കം കുറിക്കുമ്പോഴും അദ്ദേഹം കൂടെ കൂട്ടിയിരുന്നത് ഈ നാട്ടിലെ ഏറ്റവും അധസ്ഥിത പിന്നോക്ക വിഭാഗത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ സമൂഹത്തെയാണ് അദ്ദേഹം തൊട്ട് അടുത്ത് നിർത്തി അദ്ദേഹം പോരാട്ടം നടത്തിയിരുന്നത്. ആ സമൂഹം ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്തിൻ്റെ മുഖ്യധാരയോട് ആ സമൂഹം ലയിച്ചു നിൽക്കാനുള്ള കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ഈ പറയുന്ന ദളിത് സമൂഹം, അധസ്ഥിത പിന്നോക്ക സമൂഹം, പട്ടികജാതി പട്ടികവർഗ സമൂഹം, ഹരിജനങ്ങളും ഗിരിജനങ്ങളും അതുപോലെ തന്നെ ആദിവാസികളും അടങ്ങുന്ന ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഈ സമൂഹം മുഖ്യധാരയിലേക്ക് വീണ്ടും ഒന്നുകൂടി എടുക്കാൻ കാരണം ഡോക്ടർ ഭീംറാവു അംബേദ്കർ എന്ന നമ്മുടെ ഇന്ത്യയുടെ എക്കാലത്തെയും ഫണ്ടുകൾ തട്ടിയെടുത്ത് സർക്കാർ രാജിവെക്കുക. സംസ്ഥാന വിഹിതം വെട്ടിക്കുറച്ച് ഈ ബജറ്റ് സാമ്പത്തിക ചെലവ് ചുരുക്കൽ എന്നാണ് പറയുന്നത്. മിസ്റ്റർ പിണറായി, ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് ലിഫ്റ്റ് പണിയാൻ നിങ്ങൾക്ക് സാമ്പത്തിക ഭാരമില്ലായിരുന്നോ? നിങ്ങൾക്ക് 40 കാറുമായി എസ്കോട്ട് പോകാൻ സാമ്പത്തിക ഭാരം ബാധ്യതയില്ലേ? നിങ്ങളുടെ മന്ത്രിമാർക്കും നിങ്ങളുടെ MLA-മാർക്കും ശമ്പള പരിഷ്കരണം നടത്താൻ നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയില്ലേ? കേരളത്തിലെ സർക്കാർ ജീവനക്കാരും NGO-മാരും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് പണിമുടക്കി. പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം പട്ടികജാതി വിഭാഗങ്ങളെയും മറ്റ് ദുർബല വിഭാഗങ്ങളെയും ദ്രോഹിക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് ബാബു പ്രസാദ് പറഞ്ഞു. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിധു രാഘവൻ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് ജോൺ തോമസ്, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ഷുക്കൂർ, ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രവിപുരത്ത് രവീന്ദ്രൻ, UDF ഹരിപ്പാട് നിയോജക മണ്ഡലം കൺവീനർ കെ ബാബുക്കുട്ടൻ, മറ്റ് നേതാക്കളായ M ദിവാകരൻ, C രഘുവരൻ, R ബാലൻ, M പ്രസന്നൻ, P രാധാകൃഷ്ണൻ, റാം കിഷോർ, PV വിജയൻ, B വാസുദേവൻ, C പ്രസന്നകുമാരി, P സദാനന്ദൻ, വിജയകുമാർ ബാലകൃഷ്ണൻ, ശുഭ മടനിലം, K ശിവരാമൻ, ശശീന്ദ്രൻ ഓലകെട്ടി, അജീർ മുഹമ്മദ്, വിനീഷ് തൃക്കുന്നപ്പുഴ, കാട്ടിൽ സത്താർ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് ഹരിപ്പാട്.